ഹായ് കൂട്ടുകാരെ, ഇന്ന് തയ്യാറാക്കുന്നത് കടലക്കറിയാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. 200 ഗ്രാം കടലയും ഒരു മീഡിയം സൈസ് സവാളയും കൂടെ ചേർത്ത് വേവിക്കാൻ വെക്കുക. കടല മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷമായിരിക്കണം വേവിക്കാൻ വെക്കുന്നത്. കുക്കറിലിട്ട് വേവിക്കുക. അതിന് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തേങ്ങയുടെ കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്തിലേക്ക് വയ്ക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം. അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് വേണമെങ്കിൽ വറുത്തെടുക്കാം. കൊടുക്കുക. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്തതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പക്ഷേ ഒരുപാട് മൂത്ത് പോകില്ല. തീ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനുള്ളത്. ഈ തേങ്ങാക്കൂട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. ആക്കിയെടുത്തതിന് ശേഷം ഈ വെന്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാര്യം എല്ലായിടത്തും ആ ഗ്രേവി നന്നായിട്ട് എത്തണം. പിന്നെ വേണ്ടത് 3 ഗ്രാമ്പൂവിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കൂട്ട ഒന്ന് മൂടി വെച്ചതിന് ശേഷം 5 മിനിറ്റ് നേരം ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കുക. അപ്പോൾ തന്നെ ഇത് നല്ല പാകമായിട്ടുണ്ടാവും. ഒരു പാത്രം അടുപ്പത്തിലേക്ക് വയ്ക്കുക. അതിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ കുറച്ച് ചില്ലി, അതുപോലെ മസാല സീസും കുറച്ച് ഉള്ളിയും ചേർത്തൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വേണമെന്നുള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിലും നല്ല സ്വാദാണിതിന്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.